ദൃശ്യം 3 ആരംഭിക്കുന്ന ഏകദേശം 4.5 വർഷങ്ങൾക്ക് ശേഷമാണ്. ജോർജ് കുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമാ നിർമ്മാതാവും തിയേറ്റർ ഉടമയുമാണ്. തൻ്റെ ജീവിതത്തോട് ഏറെ സാമ്യമുള്ള ഒരു സിനിമ അദ്ദേഹം നിർമ്മിക്കുകയും ആ ചിത്രം വലിയൊരു ഹിറ്റായി മാറുകയും ചെയ്യുന്നു. ഒരു രാത്രിയിൽ ജോർജ് കുട്ടി തൻ്റെ പറമ്പിൽ ഒരു വെളിച്ചം കാണുകയും ആരോ അവിടെ മണ്ണ് തുറക്കുന്നതായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആദ്യ ഭാഗങ്ങളിൽ ജോർജ് കുട്ടിയെ കൊടുക്കാൻ വർഷങ്ങളോളം ശ്രമിക്കുകയും പിന്നീട് ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത കോൺസ്റ്റബിൾ സഹദേവനാണ് അവിടെ മണ്ണ് നീക്കുന്നത്. മദ്യപാനത്തിന് അടിമയായ സഹദേവൻ ഇപ്പോഴും പഴയ പകയോടെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ നിന്ന് പണം നൽകി സഹദേവനെ നിയന്ത്രിക്കുന്നത് വരുണിൻ്റെ പിതാവായ പ്രഭാകറാണ്. മകൻ്റെ മരണത്തിൻ്റെ ദുഃഖം പ്രഭാകറിൻ്റെ ഭാര്യ ഗീതയുടെ മാനസിക നിലയെ ബാധിച്ചിരിക്കുന്നു. വർഷങ്ങളായി പ്രഭാകർ ജോർജ് കുട്ടിയുടെ കുടുംബത്തിനെതിരെ രഹസ്യമായി കരുക്കൾ നീക്കുകയാണ്. അഞ്ജുവിൻ്റെ വിവാഹാലോചനകൾ മുടങ്ങുന്നതിന് പിന്നിലും പ്രഭാകറാണ്. നിയമപരമായി പോരാടുന്നതിന് പകരം അഞ്ജുവിനെ വരുണിൻ്റെ കൊലപാതകത്തിന് ശിക്ഷിക്കണമെന്നും അതിനായി അവൾക്ക് ചുറ്റും ഒരു പുതിയ കുറ്റകൃത്യം കെട്ടിച്ചമയ്ക്കണമെന്നും പ്രഭാകർ തീരുമാനിക്കുന്നു. ജോർജ് കുട്ടിയെ പഴയ നിയമ പ്രശ്നങ്ങളിൽ കുടുക്കി നിർത്തി തൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനാണ് പ്രഭാകർ ശ്രമിക്കുന്നത്. പ്രഭാകറിൻ്റെ ഈ ഗൂഢാലോചനയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ജോർജ് കുട്ടി അവർ കെട്ടിച്ചമച്ച തെളിവുകൾ മാറ്റുകയും തികച്ചും ഞെട്ടിക്കുന്ന ഒരു പടിയെടുക്കുകയും ചെയ്യുന്നു. അഞ്ജു ഒരു ഇരയാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം സ്വന്തം മകളെ തന്നെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. ഇനി ഒരു വിജയത്തിന് അർത്ഥമില്ലെന്ന് മനസ്സിലാക്കുന്ന ജോർജ് കുട്ടി പ്രഭാകറുമായി ഒരു ഒത്തുതീർപ്പിലെത്തുന്നു. തൻ്റെ കുടുംബത്തെ ഇനി ആരും ഉപദ്രവിക്കില്ലെന്ന ഉറപ്പിൽ വരുണിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജോർജ് കുട്ടി ജയിലിൽ പോകാൻ തീരുമാനിക്കുന്നു. തുടർന്ന് ജോർജ് കുട്ടി പോലീസിൽ കീഴടങ്ങുന്നതോടെ വർഷങ്ങളായി നീണ്ടുനിന്ന ആ കേസ് അവസാനിച്ചതായി തോന്നുന്നു. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. അവസാന രംഗത്തിൽ പ്രഭാകർ ഭാര്യ ഗീതയോട് ഇപ്പോഴെങ്കിലും നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കുമ്പോൾ മകനെ കൊന്നതിന് അഞ്ജുവിന് തന്നെ ശിക്ഷ ലഭിക്കണമെന്നാണ് ഗീത പറയുന്നത്. അതായത് എനിക്ക് അവളെ വേണം എന്നാണ് ഗീത പറയുന്നത്. അച്ഛൻ്റെ അറസ്റ്റോടെ മകൾക്കെതിരെയുള്ള കേസ് അവസാനിക്കില്ലെന്ന് ചുരുക്കം. ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് ജോർജ് കുട്ടിക്ക് എങ്ങനെ തൻ്റെ കുടുംബത്തെ ഇനി വരാനിരിക്കുന്ന ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യത്തോടെ സംവിധായകൻ ജിത്തു ജോസഫ് ദൃശ്യം 4 ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഈ ചിത്രം അവസാനിപ്പിക്കുന്നത്.